ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 23-ാം അധ്യായം. മൈത്രേയ ഉവാച. പിതൃഭ്യം പ്രസ്ഥിതേ സാധ്വി പതിമിംഗിതകോവിദ നിത്യം പര്യചരത് പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. മൈത്രേയർ പറഞ്ഞു, അച്ഛനായ മനുവും അമ്മയായ ശതരൂപയും പോയതിൽ പിന്നെ പരമപതിവ്രതയായ ദേവഹൂതി ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം പറയാതെ തന്നെ സ്വബുദ്ധ്യാ ധരിച്ചിട്ട് സാക്ഷാൽ ശ്രീ ശിവനെ പാർവതി എന്ന പോലെ ഭക്തിശ്രദ്ധയോടെ എല്ലായ്പ്പോഴും ശുശ്രൂഷിച്ചു. വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച വോഹോ വിസൃജ്യ കാമം ദമ്പം ച ദ്വേഷം ലോഭമകം മദം അപ്രമത്തോദ്യതാ നിത്യം തേജീയാം സമദോഷയത്. ഈ മഹാന്റെ പ്രസാദം കൊണ്ട് മാത്രമേ എൻ്റെ ജന്മത്തിനു സാഫല്യം വരികയുള്ളൂ എന്ന വിശ്വാസത്തോടും ദേഹത്തിൻ്റെയും അന്ധകരണത്തിൻ്റെയും ശുദ്ധിയോടും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ രക്ഷിക്കുന്ന ഭാവരൂപമായ ആദരത്തോടും ബാഹ്യേന്ദ്രിയങ്ങളെ അടക്കുന്ന സ്വഭാവമായ ദമത്തോടും പാദസംവാഹനാദി രൂപമായ സേവയോടും പ്രേമാതിശയമാകുന്ന സൗഹൃദത്തോടും മധുരമായ വാക്കോടും കൂടെ ഉപചരിക്കുന്നതുകൊണ്ടും വിഷയാഭിലാഷ രൂപമായ കാമത്തെയും മനസ്സിലുള്ളതിനെ മറച്ച് മറ്റൊരു ഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വ്യാജവൃത്തിയായ ദമ്പത്തെയും അപ്രീതി സ്വഭാവമായ ദ്വേഷത്തെയും വിഷയസുഖത്തിനുപകരിക്കുന്ന സാധനങ്ങളെ ശേഖരിക്കണമെന്ന് തോന്നുന്ന വൃത്തിരൂപമായ ലോഭത്തെയും ആജ്ഞയെ അതിക്രമിക്കുന്നതായ ദോഷത്തെയും ഞാൻ മഹാരാജാവിൻ്റെ പുത്രിയല്ലേ എന്നിങ്ങനെ വരാവുന്ന ഭാവരൂപമായ ഗർവത്തെയും തീരെ ഉപേക്ഷിച്ചും കൊണ്ട് തന്നെ മനസ്സിരുത്തി ശുശ്രൂഷിച്ചതുകൊണ്ട് മഹാ തേജസ്വിയാണെന്നിരിക്കലും കർദമമുനിയെ സന്തോഷിപ്പിക്കുവാൻ ദേവഹൂതിക്ക് സാധിച്ചു. സവൈദേവർഷിവര്യസ്താം മാനവീം സമനുവ്രതാം ദൈവാദ്ഗരീയസപത്യുരാശാസാനാം മഹാശിഷഃ കാലേന ഭൂയസാക്ഷാമാം കർഷിതാമൃതചര്യയാ പ്രേമഗദ്ഗദയാ വാചാ പീഡിതകൃപയാ ബ്രവീത്. ദേവർഷി ശ്രേഷ്ഠനായ ആ മഹാൻ രാജാതിരാജനായ മനുവിൻ്റെ പുത്രിയും സർവദാ തൻ്റെ ആവശ്യങ്ങളെ സാധിപ്പിക്കുന്നതിൽ മടികൂടാതെ പ്രവർത്തിക്കുന്നവളും ആഗ്രഹം ഒന്നും തന്നെ ഇതുവരെ ഇല്ലാതെയിരുന്നുവെങ്കിലും പ്രാരബ്ധ പ്രേരണ നിമിത്തം ഇപ്പോൾ മഹാത്മാവാണെന്നവൾ വിചാരിക്കുന്ന സ്വഭർത്താവായ തന്നിൽ നിന്ന് മഹത്തായ ഉത്കൃഷ്ട സന്താനരൂപമായ വരം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളും ബഹുകാലമായിട്ടുള്ള വ്രതാനുഷ്ഠാനം കൊണ്ട് നന്നേ ക്ഷീണിച്ച് കാർശ്യത്തെ പ്രാപിച്ചവളുമായ ആ മനുപുത്രിയെ നോക്കിയിട്ട് കരുണനിമിത്തം അലിഞ്ഞ മനസ്സോടുകൂടെ പ്രേമത്താൽ ഗദ്ഗദാക്ഷരത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് കർദമമുനി ഈ വിധം പറഞ്ഞു. കർദമ ഉവാച. തുഷ്ടോഹമദ്യ തവ മാനവിമാനദായാഹ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയമതീവ സുഹൃത് സ്വദേഹോ നാവേക്ഷിതഃ സമുചിതക്ഷഭിതും മദർത്തേ. കർദമൻ പറഞ്ഞു, ഹേ മനുപുത്രി, എന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന നിന്റെ അത്യുത്കൃഷ്ടമായ ശുശ്രൂഷ കൊണ്ടും സർവോപരി പരമപ്രേമരൂപയായ ഭക്തി കൊണ്ടും ഞാൻ നിന്നിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നു. ദേഹികൾക്കെല്ലാവർക്കും സർവപുരുഷാർത്ഥ സാധനമായിരിക്കുന്നതും അധികം പ്രേമമുള്ളതും അവരുടെ ശരീരമായിരിക്കെ നിന്റെ ആ ശരീരത്തെ എൻ്റെ ആവശ്യങ്ങളെ സാധിപ്പിക്കുന്നതിനു വേണ്ടി ക്ലേശിപ്പിക്കുവാൻ നീ ഒരുങ്ങിയതിൽ നിന്ന് എന്നിലുള്ള പരമഭക്തി സ്പഷ്ടമായി കാണപ്പെട്ടു. നിന്റെ ശരീരത്തെ നീ ഒട്ടും ഗണിക്കാതെ അതിനാവശ്യമായ രക്ഷ ചെയ്യാതെ എൻ്റെ സേവയ്ക്കായിട്ട് തന്നെ നീ അതിനെ സമർപ്പിച്ചിരിക്കുന്നു. യേ മേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗവിജിതാ ഭഗവത് പ്രസാദാഃ താനേവ തേ മദനുസേവനയാ വരുദ്ധാൻ ദൃഷ്ടിം പ്രപശ്യ വിധരാമ്യ ഭയാനശോകാൻ. നിന്റെ ആ ധർമാനുഷ്ഠാനം സബലം തന്നെ. എങ്ങനെയെന്നാൽ എൻ്റെ വർണ്ണാശ്രമ ആചാരങ്ങളെ തെറ്റിക്കാതെ ഞാൻ അനുഷ്ഠിച്ചു വന്ന വ്രതാദികളും ഭഗവത് ധ്യാനവും ഉപാസനയുമാകുന്ന ആത്മയോഗത്താൽ സമ്പാദിക്കപ്പെട്ട ഭഗവത് പ്രസാദങ്ങൾ എന്നെ സർവാത്മന ശുശ്രൂഷിച്ച നിനക്കും ലഭിച്ചിരിക്കുന്നതിനെ പ്രത്യക്ഷമായി കണ്ടുകൊള്ളുക. അവയെ കാണുവാൻ ഉപകരിക്കുന്ന ദിവ്യദൃഷ്ടിയെ ഞാൻ നിനക്കു നൽകാം. ഐഹികങ്ങളായ ഭോഗസാധനങ്ങളെപ്പോലെ നശിച്ചു പോകുന്നവയോ
നരകപാതാദി ഭയത്തിന് അവകാശമുണ്ടാക്കുന്നവയോ അല്ല ആ മഹാവിഭൂതികൾ. നിത്യസുഖപ്രദങ്ങളും നാശരഹിതങ്ങളുമാണെന്നറിഞ്ഞുകൊള്ളുക. അന്യേ പുനർഭഗവതോ ഭ്രുവൗദ്ധിജൃംഭ വിഭ്രംശിതാർത്ഥ രചന കിമുരുക്രമസ്യ സിദ്ധാസി ഭുങ്ക്ഷവിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാനരേർദുരധികാൻ നൃപവിക്രിയാദ്ഭിഹി. ഹേ സതി, ഭഗവാന്റെ പ്രസാദത്താൽ ലഭിച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾ അന്യങ്ങളായ ഭോഗസാധനങ്ങളെന്ന പോലെ തുച്ഛങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ ലീലയാൽ ഈ ലോകത്തെ ഉണ്ടാക്കി രക്ഷിച്ചു സംഹരിക്കുന്ന കാലസ്വരൂപനായ ഭഗവാന്റെ പുരികം ഒന്നു ചലിച്ചാൽ ആ ഭോഗപദാർത്ഥങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന മനോരഥങ്ങളെല്ലാം അപ്പോൾ നശിച്ചു. അത്രമാത്രമേ അവയ്ക്ക് സ്ഥിരതയുള്ളൂ. ഇപ്പോൾ നിനക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ സിദ്ധികളോ അങ്ങനെയുള്ളവയല്ല. ഇവയ്ക്ക് നാശമില്ല. പരമപുരുഷാർത്ഥമായ മോക്ഷം സാധിക്കുന്ന കാലം വരെ ഇവ നിന്റെ ഇഷ്ടം പോലെ നിന്നെ സേവിക്കും. പാതിവൃത്യം എന്ന നിന്റെ സ്വധർമ്മ മാഹാത്മ്യത്താൽ നിനക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ ദിവ്യഭോഗങ്ങളെ അനുഭവിച്ചുകൊള്ളുക. ഏവം ബ്രുവാണമബലാഖിലയോഗമായ വിദ്യാവിചക്ഷണമവേക്ഷ്യ ഗദാതിരാസീത് സംപ്രശ്രയ പ്രണയവിഹ്വലയാ ഗിരേഷത് വ്രീഡാവലോകവിലസദ്ദസിദാനനാഹ. വിചിത്ര പദാർത്ഥങ്ങളെ ആവശ്യം പോലെ സൃഷ്ടിപ്പാൻ ഉപകരിക്കുന്ന ശക്തികളെ ജനിപ്പിക്കുന്ന ഉപാസനകളിൽ നിപുണനായിരിക്കുന്ന ഭർത്താവ് മുകളിൽ വിവരിച്ച വിധം പറഞ്ഞതു കേട്ടപ്പോൾ ദേവഹൂതിയുടെ മനസ്സിൽ അതുവരെയുണ്ടായിരുന്ന ചിന്തകളൊക്കെ നശിച്ച് സിദ്ധാർത്ഥയായെന്നുള്ള സംതൃപ്തി ജനിച്ച് ഭർത്താവിനെക്കുറിച്ചുണ്ടായ വിനയവും പ്രേമാധിക്യവും നിമിത്തം ഹൃദയം ചലിച്ചു തുടങ്ങിയതിനാൽ അക്ഷരങ്ങൾ തടഞ്ഞുകൊണ്ടു മാത്രമേ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നുള്ളൂ. സ്ത്രീസഹജമായ ലജ്ജയോടുകൂടെ ഭർത്തൃമുഖത്തിൽ നോക്കിയ സമയം അടക്കിയാൽ അടങ്ങാത്ത വിധത്തിൽ പ്രസരിച്ച മന്ദഹാസം അവളുടെ മുഖത്തിന് വിശേഷവിധി ശോഭയെ ജനിപ്പിച്ചു. ഈ ഭാവങ്ങളോടെ അവൾ പറഞ്ഞു തുടങ്ങി. ദേവഹൂതിരുവാച രാധംപദ്വിജവൃഷൈതമോഘയോഗ മായാതിഭേത്തൊയ് വിഭോ തദവൈമി ഭർത്തഃ യസ്തേഭ്യദായി സമയ സഹൃദംഗസംഗോ ഭൂയാദ്ഗരീയസി ഗുണപ്രസവസദീനാം. ദേവഹൂതി പറഞ്ഞു, ഹേ ദ്വിജോത്തമ, സർവത്തിനും സമർത്ഥനായ പ്രാണനാഥ, നിഷ്ഫലമായി വരാത്ത വിധത്തിൽ സകല പദാർത്ഥങ്ങളെയും സൃഷ്ടിപ്പാൻ സമർത്ഥയായ മായാശക്തിയെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന അങ്ങയ്ക്ക് സകല ഭോഗസാധനങ്ങളെ സൃഷ്ടിപ്പാനും എനിക്ക് ദിവ്യദൃഷ്ടിയെ നൽകുവാനുമുള്ള പ്രഭാവം സിദ്ധമാണെന്ന സംഗതി ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ ഗർഭധാരണ പര്യന്തം ശരീരസ്പർശം ചെയ്യുന്നതാണെന്ന് വിവാഹാവസരത്തിൽ ചെയ്ത നിശ്ചയം ഫലിച്ചതിനു ശേഷം ദിവ്യഭോഗങ്ങളെ അനുഭവിക്കാം. എന്തുകൊണ്ടെന്നാൽ പതിവ്രതമാരുടെ ഗുണം ലോകത്തിൽ നിലനിൽക്കുന്നത് മഹാനായിരിക്കുന്ന ഭർത്താവിൽ നിന്നു ലഭിക്കുന്ന സന്താനം നിമിത്തമാകുന്നുവല്ലോ. തത്രേതി കൃത്യമുപശിക്ഷയതോപദേശം യേനൈഷമേ കർഷിതോ തിരിരംസയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശഭവനം സദൃശം വിജക്ഷ്വ. സംയോഗത്തിനാവശ്യമായിട്ട് കാമശാസ്ത്രത്തിൽ പറയും വിധമുള്ള സാധന സാമഗ്രികളെ ആദ്യമായി സമ്പാദിപ്പാൻ കരുണ ചെയ്യണം. അങ്ങയെ ഉദ്ദേശിച്ചുണ്ടായ മന്മഥവികാരം എൻ്റെ ചിത്തത്തെ ശോഭിപ്പിച്ചതു നിമിത്തം അധികരിച്ച രത്യാശ എനിക്കുണ്ടായിരുന്നതിനെ ഏതൽക്ഷണപര്യന്തം സഹിച്ചിരിക്കയാൽ അതികൃശമായും ബലം കുറഞ്ഞുമിരിക്കുന്ന എൻ്റെ ശരീരം രതിസമർത്ഥമായി വരുവാൻ ആവശ്യമുള്ള പാനഭോജനാദി പദാർത്ഥങ്ങളും സരസക്രീഡയ്ക്ക് ഉചിതമായ ഭവനവും ഉണ്ടാവാൻ ആവശ്യമായ സങ്കല്പമാണ് അങ്ങിപ്പോൾ ചെയ്യേണ്ടത്. അതാതു കാര്യം സാധിപ്പാൻ ആവശ്യമായ സാധന കലാപമാണല്ലോ ഒന്നാമതുണ്ടാകേണ്ടത്. സകല പുരുഷാർത്ഥങ്ങളും സാധിപ്പാൻ ആവശ്യമായ ശരീരത്തിൻ്റെ രക്ഷയ്ക്കും നിലനിൽപ്പിനും സുഖവാസത്തിനും ആവശ്യമായ പദാർത്ഥങ്ങളെ യോഗമായാശക്തി കൊണ്ട് സൃഷ്ടിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മൈത്രേയ ഉവാച പ്രിയായ പ്രിയമന്വിച്വൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്ത സ്തർഹ്യേവ വിരജീകരത്. മൈത്രേയർ പറഞ്ഞു, ഹേ വിതുര, പ്രിയയുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുവാൻ ഇച്ഛിച്ച കർദമൻ ഉടനെ യോഗമായ ശക്തിയെ ധ്യാനിച്ചു. ഇഷ്ടാനുസരണം സഞ്ചരിക്കുന്നതായ ഒരു വിമാനം അപ്പോൾ തന്നെ പ്രത്യക്ഷമായി. സർവകാമദുഃഖം ദിവ്യം സർവരത്നസമന്വിതം സർവർദ്യുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം
ആ വിമാനം ആഗ്രഹിക്കുന്നതിനെ എല്ലാം അപ്പോൾ തന്നെ നൽകുന്നതും സർവ്വരത്നങ്ങൾ പതിച്ചിട്ടുള്ളതും സകല സമ്പത്തുക്കളുടെയും ഉത്തരോത്തരം അഭിവൃദ്ധിയുള്ളതും അനേകം രത്നസ്തംഭങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു. ദിവ്യോകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിപതാകാഭിർ വിചിത്രാഭിരലങ്കൃതം. ദിവ്യങ്ങളായ ഗൃഹോപകരണങ്ങൾ നിറഞ്ഞിട്ടുള്ളതും എല്ലാ കാലത്തും സുഖത്തെ ജനിപ്പിക്കുന്നതും വിചിത്രങ്ങളായ പട്ടുതുണികൾ കൊണ്ടുണ്ടാക്കിയ ധ്വജങ്ങളും കൊടികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു ആ വിമാനം. അനേക നിറമുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച മാലകളിൽ മനോഹരമായി ശബ്ദിക്കുന്ന വണ്ടുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സൂക്ഷ്മമായ രോമം കൊണ്ടും ചണനാരുകൊണ്ടും പട്ടുപുഴുക്കളിൽ നിന്നുണ്ടാകുന്ന നൂലുകൊണ്ടും നിർമ്മിച്ച വിശേഷ വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടുമിരുന്നു. മേൽക്കുമേലുള്ള നിലകളിൽ വെവ്വേറെ ഇട്ടിരിക്കുന്ന കട്ടിൽ മുതലായവ കൊണ്ടും ശയനങ്ങൾ, ആസനങ്ങൾ, ആലവട്ടങ്ങൾ മുതലായവ കൊണ്ടും മനോഹരമായിരുന്നു. അവിടവിടെ ചുമരുകളിൽ വിന്യസിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കൊണ്ടും മഹാമരതകരത്നം പതിച്ചിട്ടുള്ള നിലം കൊണ്ടും പവിഴം കൊണ്ട് കെട്ടിപ്പൊങ്ങിച്ചിരിക്കുന്ന ഇരിപ്പാനുള്ള തിണ്ണകൾ കൊണ്ടും വിശേഷമായി ശോഭിച്ചിരുന്നു. പ്രവേശമാർഗങ്ങൾ പവിഴം കൊണ്ടുണ്ടാക്കിയ ഉമ്മറപ്പടികളാൽ ശോഭിച്ചിരുന്നു. വാതിൽ വജ്രം കൊണ്ടുണ്ടാക്കപ്പെട്ടവയായിരുന്നു. പ്രാസാദങ്ങളുടെ ഇന്ദ്രനീലമയങ്ങളായ ശിഖരങ്ങളിൽ സ്വർണം കൊണ്ടുള്ള താഴികക്കുടങ്ങൾ ചാർത്തിയിരുന്നു. വജ്രഭിത്തികളിൽ പതിച്ചിരുന്ന പത്മരാഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭകൾ അവയുടെ നേത്രങ്ങളെന്ന പോലെ പ്രകാശിച്ചിരുന്നു. വിചിത്രങ്ങളായിരിക്കുന്ന മേലാപ്പുകളും അധികം വിലപിടിക്കുന്ന സ്വർണ്ണത്തോരണങ്ങളും വാതിലുകളുടെ അഗ്രഭാഗങ്ങളിൽ കെട്ടി അലങ്കരിച്ചിരുന്നു. ആ വിമാനത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ ചിത്രം വരഞ്ഞിരിക്കുന്ന ഹംസം, പാരാവതം മുതലായ പക്ഷികളെ കണ്ടിട്ട് സ്വജാതികളാണെന്നുള്ള വിചാരം നിമിത്തം അവിടെവിടെ ചെന്നു പറന്നിരിക്കുന്ന ഹംസാദി പക്ഷി സമൂഹങ്ങൾ മധുരമായി ശബ്ദിച്ചുകൊണ്ടിരുന്നു. കളിപ്പാനുള്ള സ്ഥാനം, വിശ്രമിക്കുവാനുള്ള സ്ഥലം, സുഖമായി കിടന്നുറങ്ങുവാനുള്ള അറകൾ, മുറ്റം, പുറമുറ്റം എന്നിവ ഏതേതു വിധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആ വിമാനം കർദമനും കൂടെ ആശ്ചര്യം ജനിപ്പിക്കുന്ന മട്ടിൽ ആവിർഭവിച്ചു. ഇപ്രകാരമുള്ള ആ ഗൃഹത്തെ അതിപ്രീതിയെ പ്രാപിക്കാത്ത മനസ്സോടുകൂടെ നോക്കുന്ന തൻ്റെ പത്നിയെ കണ്ടപ്പോൾ യോഗമഹിമയാൽ സകല പ്രാണികളുടെയും ആന്തരമായ അഭിപ്രായത്തെ അറിയുവാൻ സമർത്ഥനായ കർദമൻ സ്വയമേവ ഇങ്ങനെ പറഞ്ഞു: നിമജ്ജസ്യാസ്മിൻ ഹൃദേ ഭീരു വിമാനമിതമാരുഹ ഇദം ശുക്ലകൃതം തീർത്ഥം ആശിഷാം യാപകം നൃണാം. ഹേ ഭീരു, ശരീരം ഇത്ര മലിനമായിരിക്കെ ഈ വിധം രമണീയമായ വിമാനം കൊണ്ട് ബലമെന്തെന്നോർത്ത് ഭയപ്പെടേണ്ട. ഈ തടാകത്തിൽ സ്നാനം ചെയ്ത ശേഷം ഈ വിമാനത്തിൽ കയറിയിരിക്കുക. ശുദ്ധ സത്വസ്വരൂപനായ ഭഗവാന്റെ കാരുണ്യാമൃതം കൊണ്ടുണ്ടായിരിക്കുന്ന ഇതിൽ സ്നാനം ചെയ്യുന്ന മനുഷ്യരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതിനുള്ള മഹിമ ഈ സരസ്സിനുണ്ട്. സാ തദ്ഭർതൃസമാദായ വജക്കുവലയേഷണ സരജം ബിഭ്രതീവാസോ വേണീഭൂതാംശ്ച മൂർധജാൻ അംഗം ച മലപങ്കേന സംഛന്നം ശബളസ്തനം ആവിവേശ സരസ്വത്യ സരശിവജലാശയം. കുവളയദളം പോലെ വികസിച്ചും ശോഭിച്ചുമിരിക്കുന്ന കണ്ണുകളോടുകൂടിയ ദേവഹൂതി ഭർത്താവിൻ്റെ വാക്കിനെ ആദരപൂർവ്വം സ്വീകരിച്ചിട്ട് മലിനമായ വസ്ത്രത്തെയും ജടപിടിച്ച തലമുടികളെയും വിളർത്തിയിരിക്കുന്ന സ്തനങ്ങളോടുകൂടിയതും ചളി പുരണ്ടിരിക്കുന്നതുമായ ദേഹത്തെയും വഹിച്ചിരിക്കുന്ന ആ നിലയിൽ തന്നെ നിർമ്മല ജലം നിറഞ്ഞിരിക്കുന്ന സരസ്വതീ നദിയുടെ മധ്യസ്ഥമായ ആ ബിന്ദു സരസിൽ പ്രവേശിച്ചു. സരസിൻ്റെ മധ്യത്തിൽ മുങ്ങിയ അവൾ അവിടെ വിശേഷമായ മന്ദിരത്തിൽ ഉൽപ്പലം പോലെ സൗരഭ്യമുള്ളവരും യൗവനയുക്തകളുമായ 1000 കന്യകമാർ ഇരിക്കുന്നത് കണ്ടു. അവളെ കണ്ട ഉടനെ അവരെഴുന്നേറ്റ് അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ദാസ്യവൃത്തി ചെയ്യുവാനുള്ളവരാകുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. സുഗന്ധ തൈലാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രേഷ്ഠമായ സ്നാനം കഴിപ്പിച്ച ശേഷം ഉത്സാഹയുക്തയായ അവൾക്ക് 2 മൃദുവായ നൂതന പട്ടുവസ്ത്രങ്ങളെ ഉടുപ്പാനും മേലിലിടുവാനും കൊടുത്ത് സന്തോഷിപ്പിക്കുകയും മാനിക്കുകയും ചെയ്തു. അതിശ്രേഷ്ഠങ്ങളും അധികം വിലപിടിക്കുന്നവയും ഉത്കൃഷ്ട ശോഭയുള്ളവയുമായ അലങ്കാരങ്ങളെ അണിയിച്ച് സർവഗുണസമ്പന്നമായ അന്നവും അമൃതസമാനമായ ആസവും ഭക്ഷിപ്പാനും കുടിപ്പാനും നൽകി സൽക്കരിച്ചു. വിശാലമായ പൂമാലയെയും അതിശുഭ്രമായ വസ്ത്രത്തെയും ധരിച്ച് മംഗളസ്നാനം ചെയ്ത് കന്യകകളാൽ ബഹുമാനിക്കപ്പെട്ടും തേച്ചുകുളി കഴിഞ്ഞതിനാൽ സ്നിഗ്ധമായിരിക്കുന്ന സർവാവയവങ്ങളിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളോടുകൂടിയും
കണ്ടത്തിൽ പതക്കവും കൈകളിൽ വളയും പാദങ്ങളിൽ മനോഹരമായ ശബ്ദം പുറപ്പെടുന്ന പാദസരവും അരക്കെട്ടിൽ ബഹുവിധ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന പൊന്നരഞ്ഞാണും കണ്ടത്തിൽ ഭംഗിയേറിയ നായകരത്നമുള്ള മുത്തുമാലയും ധരിച്ചിട്ടുള്ളതും ശോഭയുള്ള ദന്തവും ഭംഗിയേറിയ പുരികവും താമരമുട്ടിൻ്റെ ഭംഗിയെ തിരസ്കരിക്കുന്ന കടക്കണ്ണുകളും നീലകാന്തിയുള്ള അളകങ്ങളും കൊണ്ട് ശോഭിക്കുന്ന മുഖവും ചേർന്നിരിക്കുന്ന ദിവ്യമായ സ്വപ്രതിബിംബത്തെ കണ്ണാടിയിൽ കണ്ട ഉടനെ ഋഷികളുടെ സംഘത്തിൽ വെച്ച് ഉത്കൃഷ്ടനും തൻ്റെ പേരിൽ പരമപ്രേമത്തോടുകൂടിയ പ്രാണവല്ലഭനുമായ ആ കർദമ പ്രജാപതിയെ സ്മരിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നവൾ ഉത്തരക്ഷണത്തിൽ ആ ദാസിമാരോടുകൂടെ സ്വപ്രാണദൈതൻ വസിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നതെന്നുള്ള അനുഭവമുണ്ടായി. 1000 സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്വശരീരം ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗമായ വിലാസത്തെക്കുറിച്ചുള്ള പരമാത്ഭുത നിമിത്തം തന്നാൽ കാണപ്പെടുന്ന ഈ സംഗതികളെല്ലാം ജാഗ്രത്തിൽ കാണപ്പെടുന്നവ തന്നെയോ അതോ ഇതെല്ലാം സ്വപ്നമോ എന്നുള്ള സംശയം ജനിച്ചു. ശരീരത്തിലുണ്ടായിരുന്ന മാലിന്യം നിശേഷം നീങ്ങുവാൻ തക്കവിധം സ്നാനം കഴിച്ചിരിക്കുന്നവളും തപസ്സു ചെയ്യുന്ന സമയത്ത് സ്വസന്നിധാനത്തിൽ കാണപ്പെട്ടവളല്ലെന്ന് തോന്നുമാറ് വിവാഹാവസരത്തിൽ കാണപ്പെട്ട ആ യഥാർത്ഥ ശരീരകാന്തിയെയും മഹിമയെയും പ്രാപിച്ചവളും സഹസ്രം വിദ്യാധരികളാൽ സമീപത്തുനിന്ന് സേവിക്കപ്പെടുന്നവളും അതിശോഭയുള്ള മേൽവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന മനോഹരങ്ങളായ കുജങ്ങളോടുകൂടിയവളുമായ ആ സതീരത്നം സമീപത്ത് നിൽക്കുന്നത് കണ്ട ഉടനെ അന്തർഭാഗത്തിൽ നന്നായി പ്രസരിച്ച കാമവൃത്തിയോടുകൂടിയ ആ മഹാൻ ആ ദിവ്യമൂർത്തിയായ സ്വപത്നിയെ വിമാനത്തിൽ കയറ്റിയിരുത്തി. ഹേ ജിതേന്ദ്രിയനായ വിതുര, ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ചവരുടെ ഈ മാതിരി സിദ്ധികളെക്കുറിച്ച് അങ്ങയ്ക്ക് ആശ്ചര്യമുണ്ടാവാൻ അവകാശമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാമഹിമയുള്ളവനും പത്നിയിൽ പരമാനുരാഗത്തോടുകൂടിയവനും വിദ്യാധരികളാൽ നാലുഭാഗത്തു നിന്ന് സേവിക്കപ്പെടുന്നവനുമായ ആ മുനിവര്യൻ ആ വിമാനത്തിൽ വികസിച്ചു നിൽക്കുന്ന ആമ്പൽ പൂക്കളുടെ സമൂഹത്തോടു കൂടിയതും നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ ആകാശത്തിലെ മനോഹര ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു. ചന്ദ്രസാദൃശ്യം മുനിക്കും ആകാശസാമ്യം വിമാനത്തിനും നക്ഷത്രസാമ്യം സ്ത്രീകൾക്കും വികസിച്ച കുമുദങ്ങളോടുകൂടിയ സാമ്യം സ്ത്രീകളുടെ നേത്രങ്ങൾക്കുമുണ്ടെന്ന് ധരിക്കണം. ആ മുനിശ്രേഷ്ഠൻ തൻ്റെ ആ വിമാനത്തിൽ കൂടെ സഞ്ചരിച്ച് മന്മഥക്രീഡയിൽ ആസക്തിയെ വർദ്ധിപ്പിക്കുന്നതിനുപകരിക്കുന്ന ശൈത്യ സൗരഭ്യ മാന്ദ്യ ത്രിവിധ ഗുണയുക്തനായ കാറ്റു വീശുന്നതുകൊണ്ട് മനസ്സന്തോഷത്തെ ജനിപ്പിക്കുന്നതിന് മതിയായവയും ഗംഗാനദീപ്രവാഹത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം അവിടെയുള്ളതിനാൽ സകല പാപകരമായ ശബ്ദത്തോടുകൂടിയവയും അഷ്ടലോകപാലന്മാർ ക്രീഡിക്കുന്ന സ്ഥാനങ്ങളുമായ മഹാമേരുവിൻ്റെ ഗുഹകളിൽ പ്രവേശിച്ച് സ്ത്രീ സഹസ്രാവൃതനായിട്ടും സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനായിട്ടും കുബേരനെ പോലെ ക്ഷയിക്കാത്ത ഐശ്വര്യത്തോടുകൂടെ ബഹുകാലം രമിച്ചു. സ്വപത്നി സഹിതനും അതിപ്രീതിയുക്തനുമായിട്ട് മഹാനായ ആ കർദമമുനി വൈശ്രംഭകം, സുരസനം, നന്ദനം, പുഷ്പഭദ്രകം, ചൈത്രരഥം എന്നുപേരുള്ള ദേവന്മാരുടെ ഉദ്യാനങ്ങളിലും മാനസം എന്നു പറയപ്പെടുന്ന ദേവതടാകത്തിലും രമിച്ചു. അതിപ്രഭയോടുകൂടിയതും ആഗ്രഹം അറിഞ്ഞു സഞ്ചരിക്കുന്ന മഹിമയുള്ളതുമായ ആ വിമാനത്തിൽ കൂടെ വായുവെന്ന പോലെ തടസ്സം കൂടാതെ ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന കർദമ പ്രജാപതി വിമാനസഞ്ചാരികളായ ദേവന്മാരെയും അതിശയിച്ചു. സകല ദുഃഖങ്ങളുടെയും ആത്യന്തിക നാശത്തെ വരുത്തുന്നതും സർവാഭീഷ്ടങ്ങളെ നൽകുന്നതുമായ ഭഗവത്പാദത്തെ സർവാത്മന സമാശ്രയിപ്പാൻ മാത്രം ഉത്കൃഷ്ടമായ മനോഭാവമുള്ള മഹാത്മാക്കളായ പുരുഷന്മാർക്ക് സിദ്ധിക്കാത്തതായ പദവി എന്തിരിക്കുന്നു. അതുകൊണ്ട് ഭഗവത് ഭക്തനായ കർദമമുനിക്ക് സാധിച്ചതായ പദവിയിൽ ആശ്ചര്യം തോന്നാൻ ഒന്നുമില്ല. ബഹുവിധമായ ദ്വീപങ്ങളും പർവ്വതങ്ങളും നദികളും നിറഞ്ഞിരിക്കുന്നതിനാൽ അത്യാശ്ചര്യകരമായ ഭൂഗോളത്തെ മുഴുവൻ അത്യുന്നതമായ വിമാനസ്ഥാനത്തിൽ നിന്ന് സർവഭാഗവും കാട്ടിക്കൊടുത്തു. പത്നിയെ സന്തോഷിപ്പിച്ച ശേഷം മഹായോഗിയായ കർദമൻ സ്വാശ്രമത്തിലേക്ക് മടങ്ങിവന്നു. സുരതക്രീഡയിൽ അത്യുത്സുകയും രമിക്കുകയും ചെയ്യുന്നതിന് സമർത്ഥയും മനുപുത്രിയുമായ ദേവഹൂതിയെ സന്തോഷിപ്പിക്കുന്നതിന് യോഗശക്തിയാൽ ആത്മസ്വരൂപത്തെ 9 തീർത്തിട്ട് അനേക വർഷക്കാലം വിശേഷമായി രമിപ്പിച്ചും കൊണ്ട് ഒരു മുഹൂർത്ത കാലമെന്ന പോലെ കഴിച്ചു. ഭോഗത്തിൽ മനസ്സിരുത്തിയതുകൊണ്ട് ബഹുകാലം കഴിഞ്ഞത് അറിഞ്ഞതില്ലെന്ന് സാരം. ആ വിമാനത്തിൽ രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ തക്ക ഗുണവിശേഷത്തോടു കൂടിയ ഉത്കൃഷ്ട ശയ്യയിൽ അതിസുന്ദരനായ പതിയോടുകൂടെ വിവിധ ക്രീഡകളെ ആചരിച്ചു കൊണ്ടിരുന്ന ദേവഹൂതിയും കഴിഞ്ഞുപോയ ആ ബഹുസംവത്സരങ്ങളെ അനുസന്ധാനം ചെയ്തില്ല.
വളരെ കാലം കഴിഞ്ഞുപോയതായ ബോധം ഉണ്ടായില്ല. യോഗാനുഭാവം നിമിത്തം ക്ഷീണിക്കാത്ത ദേഹശക്തിയും അനുകൂലങ്ങളായ സകല സാധന സാമഗ്രികളുടെ സമ്പത്തും സ്വാധീനത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കാമലീലകളിൽ രമിച്ചിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ 100 സംവത്സരക്കാലം അല്പസമയമെന്ന പോലെ കഴിഞ്ഞു. ആത്മാവിൻ്റെ പ്രഭാവത്തെ നന്നായി അറിയുന്ന ആ മഹാത്മാവ് സ്വപത്നിയെ തൻ്റെ ദേഹാർദ്ധമായി നന്നായി ഭവിച്ചിട്ട് സ്വവീര്യത്തെ 9 രൂപമാക്കി തീർത്തിട്ട് സർവ്വവിധ സങ്കല്പത്തിലും സമർത്ഥനായിരിക്കുന്ന ആ മുനി ആ പത്നിയിൽ സ്വവീര്യത്തെ ആദാനം ചെയ്തു. അതുകൊണ്ട് 9 കന്യകമാർ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളായിട്ട് ജനിച്ചു. മരീച്യാദികളായ 9 പേർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള 9 കന്യകമാരെ കർദമ പ്രജാപതി ജനിപ്പിക്കണമെന്നാണ് ബ്രഹ്മാവിൻ്റെ സങ്കല്പമെന്നും തന്മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചപ്പോൾ ശ്രീ ഭഗവാൻ ആജ്ഞാപിച്ചതെന്നും ഓർത്തുകൊണ്ടാണ് ഈ വിധം സങ്കല്പിച്ചതെന്ന് സർവരുടെയും സങ്കല്പത്തെ അറിയുന്നതിന് ശക്തനാണെന്നുള്ള വിശേഷണത്താൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആ സംഗതി നിമിത്തം ആ ദേവഹൂതി സ്ത്രീ പ്രജകളെ അതിശീഘ്രത്തിൽ ജനിപ്പിച്ചു. അവരെല്ലാവരും സകലാവയവങ്ങളിലും സൗന്ദര്യം തികഞ്ഞിരിക്കുന്നവരും ചെന്താമരപ്പൂവിൻ്റെ ഗന്ധമുള്ളവരുമായിരുന്നു. 9 സന്താനങ്ങളും ഒരു ദിവസത്തിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്നു. ഉത്കൃഷ്ടഗുണം തികഞ്ഞിരിക്കുന്ന പതിവ്രതയായ ആ ദേവഹൂതി ഭർത്താവിൻ്റെ ഭാവം കണ്ടപ്പോൾ സന്താനം ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഉപേക്ഷിച്ച് സന്യാസാശ്രമത്തിൽ പ്രവേശിക്കുമെന്ന് വിവാഹസമയം പറഞ്ഞതനുസരിച്ചുള്ള പുറപ്പാടാണിതെന്ന് ധരിച്ചു. ബാഹ്യഭാവത്താൽ പുഞ്ചിരി ചെയ്തു. അന്തർഭാഗം തപിച്ചു തുടങ്ങി. ദുരന്തചിന്തയെ സൂചിപ്പിക്കുന്ന വിധത്തിൽ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന നഖങ്ങളിൽ നിന്ന് വ്യാപിക്കുന്ന പ്രഭയോടുകൂടിയ പാദത്താൽ ഭൂമിയിൽ വരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി നിന്നു. കണ്ടത്തിൽ നിറഞ്ഞിരിക്കുന്ന അശ്രുകലയെ പ്രയാസപ്പെട്ടു നിരോധിച്ച ശേഷം അതിമനോഹരമായ വാക്കുകളെ പ്രയോഗിച്ചുകൊണ്ട് പറയുവാൻ തുടങ്ങി. ദേവഹൂതിരുവാച: സർവം തത് ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അഥാഭിമേ പ്രപന്നായ അഭയം ദാതുമർഹസി. ദേവഹൂതി പറഞ്ഞു: എല്ലാം നടത്തുവാൻ സമർത്ഥനായ അങ്ങ് വിവാഹസമയത്തിൽ ചെയ്ത പ്രതിജ്ഞയെ മുഴുവനും എനിക്ക് സാധിപ്പിച്ചു തന്നു. എന്നാലും സർവാത്മന അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന എനിക്ക് രണ്ടാമതൊരു ഭയം നേരിടാത്ത വിധം എന്നെ രക്ഷിപ്പാൻ അങ്ങ് കൃപ ചെയ്യണം. ഇനിയും ഒരു ജന്മം ഉണ്ടാകുകയും അതിലും ഒരു ഭർത്താവിനെ അന്വേഷിപ്പാൻ ഇടവരികയും ചെയ്യാതിരിക്കത്തക്ക വിധം സർവഭയത്തിൽ നിന്നും സംസാരബന്ധത്തിൽ നിന്നും എന്നെ ആത്യന്തികമായി രക്ഷിക്കണം. ബ്രഹ്മൻ ദുഹിതൃഭിസ്തുഭ്യം വിമൃഗ്യ പദയ സമാഹ കശ്ചിസ്യാന്മേ വിശോകായ ത്വയി പ്രവ്രജിതേവനം. ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, അങ്ങയോട് ഞാൻ അറിയിക്കേണ്ടതായിട്ടൊന്നുമില്ല. എങ്കിലും അങ്ങയുടെ ഈ കന്യകമാർക്ക് സമുചിതന്മാരായ ഭർത്താക്കന്മാരെ അന്വേഷിക്കേണ്ടതായ ദൈന്യം എന്നെ ഇപ്പോൾ ബാധിച്ചിട്ടില്ലയോ? അങ്ങവരെ അന്വേഷിക്കണം. ഇനിയും ഇതുപോലെ ജന്മാന്തര ദുഃഖത്തിന് സംഗതി വരാതിരിപ്പാൻ അങ്ങ് വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സന്മാർഗത്തെ പ്രാപിക്കാൻ ഉപകരിക്കുന്ന സദുപദേശം ചെയ്യുവാൻ യോഗ്യനും ജ്ഞാനിയുമായ ഒരു പുത്രൻ കൂടെ ജനിക്കുന്നതിന് അങ്ങ് അനുഗ്രഹിക്കണം. അതിനാൽ കന്യകമാരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതുവരെയും എനിക്കൊരു പുത്രൻ കൂടെ ജനിക്കുന്നതുവരെയും ഇവിടെ ഒരുമിച്ചിരിപ്പാനുള്ള കാരുണ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാവതാളം കാലേന വ്യതിക്രാന്തേന മേ പ്രഭോ ഇന്ദ്രിയാർത്ഥപ്രസംഗേന പരിത്യക്ത പരാത്മനഃ. ഇനിയും ദിവ്യങ്ങളായ ഭോഗങ്ങളെ അനുഭവിച്ചാൽ പോരെ, എന്തിനാണ് അതിൽ നിന്ന് അന്യമായ കാംക്ഷയെന്ന് ചോദിക്കരുതേ. ഹേ പ്രഭോ, ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുവാനുള്ള ശബ്ദാദി വിഷയങ്ങളിൽ മനസ്സിരുത്തിയതിനാൽ പരമാത്മധ്യാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത്രയും കാലത്തെ കഴിച്ചതുതന്നെ വേണ്ടുവോളം മതിവന്നു. ക്ഷണികങ്ങളായ ഈ ഇന്ദ്രിയ സുഖങ്ങളെ ആഗ്രഹിച്ചത് വളരെ അബദ്ധമായി എന്ന ബോധം ഇപ്പോൾ ഉണ്ടായി. ഇനി അതിന് മോഹമില്ല. ഇന്ദ്രിയാർത്ഥേഷു മജ്ജന്ത്യ പ്രസംഗസ്തു ഇമേ കൃതഃ അജാനന്ത്യ പരം ഭാവം തഥാപ്യസ്ത്വഭയായ മേ. ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ അത്യന്തം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അങ്ങയിൽ ഞാൻ അത്യാസക്തയായിരുന്നു. മോക്ഷമെന്ന പരമപുരുഷാർത്ഥത്തെ എനിക്ക് നൽകുവാനുള്ള അങ്ങയുടെ മാഹാത്മ്യത്തെ ഞാൻ അറിഞ്ഞില്ല. എന്നാലും ആ അത്യാസക്തി എൻ്റെ സർവഭയ നിവൃത്തിക്ക് കാരണമായിട്ട് ഭവിക്കുമാറാകണം. ജ്ഞാനവാനായ പുത്രൻ്റെ ലാഭത്താൽ സംസാര സന്തരണം എനിക്ക് സാധിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. സംഗോയേ സംസൃതേർഹേതു അസത്സു വിഹിതോദിയ സയേവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പതേ. അറിവില്ലായ്മ നിമിത്തം
അസജ്ജനങ്ങളോടുള്ള ചേർച്ച സംസാര ദുഃഖം വീണ്ടും വീണ്ടും ഉണ്ടാവാൻ കാരണമായി വരും. അതേ സംഘം സജ്ജനങ്ങളിലുണ്ടായി വന്നാൽ നിശേഷ സംസാര ക്ലേശ നിവാരണ ഹേതുവായി വരുന്നത് സാധാരണ സമ്പ്രദായമാണല്ലോ. തൻ്റെയും ഇതരന്മാരുടെയും ദുഃഖം നിശേഷം നശിപ്പിച്ച് പരമാനന്ദം അനുഭവിപ്പാനും അനുഭവിപ്പിക്കുവാനും സമർത്ഥനായ അങ്ങയോടുണ്ടായ എൻ്റെ സംഘം പരമാനന്ദപ്രാപ്തിക്കായി വരുമാറാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നേഹയത് ന വിരാഗായ കൽപ്പതേ നത്തീർത്ഥപദസേവായേ ജീവന്നഭിമൃതോ ഹി സഹ. ഈ സംസാരത്തിൽ ഏതൊരുവൻ്റെ കർമ്മം പുണ്യാഭിവൃദ്ധിക്ക് ഹേതുവായിരിക്കുന്ന ധർമ്മത്തെയും തദ്വാര വിഷയവിരക്തിയെയും തദ്വാര ഭഗവത്പാദസേവയെയും വർദ്ധിപ്പിക്കുന്നതിനുപകരിക്കുന്നതല്ലയോ, അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചതിനു തുല്യം തന്നെ. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ പ്രവൃത്തി വീണ്ടും ക്ലേശാനുഭവത്തിന് കാരണമായിട്ടേ വരികയുള്ളൂ. അങ്ങനെയുള്ള പുരുഷൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. സാഹം ഭഗവതോ നൂനം വഞ്ചിതാമായയാ ദൃഢം യത്വാം വിമുക്തിദം പ്രാപ്യ നമുമോക്ഷേയ ബന്ധനാത്. ഈ അറിവുള്ളവളായിരുന്നിട്ടും ഭക്തിജ്ഞാനാദികളായ മുക്തിസാധനങ്ങളെ ഉപദേശിപ്പാൻ അർഹനായ അങ്ങയെ പ്രാപിച്ചിട്ട് സംസാരബന്ധത്തിൽ നിന്ന് മോചിപ്പാൻ ഉപകരിക്കുന്ന മാർഗത്തിൽ ഇച്ഛ വയ്ക്കാതെ കേവല വിഷയ സുഖകാംക്ഷയോടുകൂടെ ഇത്രയും അധികകാലം കഴിച്ചതിനെ ആലോചിക്കുമ്പോൾ ഭഗവാന്റെ അചിന്ത്യ ശക്തിയായ മായയാൽ ഞാൻ ദൃഢമായി വഞ്ചിക്കപ്പെട്ടു നിശ്ചയം. 23-ാം അധ്യായം സമാപിച്ചു. 24-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.